പാർലമെന്റിൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ സംസാരിക്കാൻ അനുവദിക്കുന്നതാണ് സഭയിലെ ചട്ടം. 8-10 ദിവസമായി തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പ്രധാനമന്ത്രി കുംഭമേളയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തനിക്കും പറയാനുണ്ടായിരുന്നു, എന്നാൽ അന്നും അനുവദിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസ് എംപിമാർ സ്പീക്കർക്ക് പരാതി നൽകി. I said, look, as LOP, let me speak. Let me say what he just ran away. So I don't understand what is going on. This is no way to run the house, frankly. I mean, literally, speaker उठ के मतलब एकदम निकल गए मुझे, मतलब एक शब्द नहीं बोलने दिया. और पहले मेरे बारे में कुछ बोलने हैं, वो भी बिल्कुल पता नहीं क्या बोला, unsubstantiated. और फिर मतलब मैं खड़ा हुआ, मैंने कहा कि देखिए मुझे बोलने दीजिए, आपने मेरे बारे में कुछ बोला है, घूम कर चले गए और कोई मतलब अर्जेंट कर दिया, कोई जरूरत नहीं थी. സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് സഭയ്ക്ക് പുറത്തു വന്നതെന്ന് തൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ എണീറ്റ് നിന്നാൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാണ് ചട്ടം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പോലും സഭയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം ഏത് രീതിയിൽ പോകുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനം ഇല്ല ലോക്സഭയിൽ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ 8-10 ദിവസമായി സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം പാർലമെന്റ് പുറത്ത് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രധാനമായും കുംഭമേളയെക്കുറിച്ചും അതുകൂടാതെ വിലക്കയറ്റത്തെക്കുറിച്ചും അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ചെല്ലാം തനിക്ക് തൊഴിലില്ലായ്മയെ കുറിച്ചടക്കം പറയാനുണ്ടായിരുന്നു. പക്ഷെ പറയാൻ സമയം ലഭിക്കുന്നില്ല. മാത്രമല്ല, ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് രേഖാമൂലം സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായും അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ 8-10 ദിവസമായി സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ സംസാരിക്കാൻ അനുവദിക്കണമെന്നാണ് സഭയിലെ ചട്ടം. എന്നാൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല, എന്തെങ്കിലും ചെറിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ സഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് സഭ പിരിച്ചുവിട്ട് ഓടി രക്ഷപ്പെടുന്ന പോലെയാണ് ലോക്സഭാ സ്പീക്കർ കാണിക്കുന്നതെന്നും ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ രാജ്യസഭയിലും സമാനമായ രീതിയിൽ പ്രതിപക്ഷം വലിയ രീതിയിലെല്ലാം തന്നെയും പരാതി ഉയർത്തുകയും ജഗദീപ് ധൻഖറും ഇതേ സമാനമായ രീതിയിൽ അവിടെ പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പാർലമെന്റ് പുറത്തു പോലും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോക്സഭയിലും സമാനമായ രീതിയിൽ പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉയർത്തുകയും സ്പീക്കർക്ക് തന്നെ നേരിട്ട് ഇപ്പോൾ പ്രതിപക്ഷം പരാതി നൽകിയിരിക്കുകയാണ്. ഷമി, സിബി, നമ്മുടെ രാജ്യം ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവിന് പോലും സംസാരിക്കാൻ സമയം നൽകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, സുപ്രീം കോടതി പറഞ്ഞതാണ് ബുൾഡോസർ രാജ് നിങ്ങൾ നടപ്പാക്കാൻ പാടില്ല, രാജ്യത്തൊരു നീതിന്യായ സംവിധാനമുണ്ട്, അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാവൂ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ നമ്മൾ കാണുകയാണ് സുപ്രീം കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവിടെ ബുൾഡോസർ കയറ്റി ഇറക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയാണ്. ഇവിടെ കേരളത്തിൽ ED കണ്ണിൽ കാണുന്നു കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി കൊണ്ടുവന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണെന്ന്. അക്കാര്യത്തിൽ BJPക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് സിബി? ഷമി, തീർച്ചയായും ഭരണഘടനയെയും നമ്മുടെ നിയമങ്ങളെയും അന്വേഷണ ഏജൻസി എല്ലാം തന്നെയും തങ്ങളുടെ അവകാശം തങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതി നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി കൊണ്ടുവരുന്നു. അത് ഇപ്പോൾ വീണ്ടും കൂടുതൽ ശക്തി ആർജിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റിൽ പോലും അതിന്റെ ഒരു പ്രതിഫലനം വലിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പലപ്പോഴും ഇപ്പോൾ പാർലമെന്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി വിഷയങ്ങളിലാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നാലും അതെല്ലാം തന്നെയും ഏകപക്ഷീയമായി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെതിരെയും പലതവണ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന് ചെയ്യാവുന്ന രീതിയിൽ ഈ സ്പീക്കറെ കണ്ടും രാജ്യസഭാ അധ്യക്ഷനെ കണ്ടും നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്കിൽ പോലും ഒരു മാറ്റവും വരാതെ തീർച്ചയായും സിബി, വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ അംശങ്ങൾ ചോർന്നു പോവുകയാണ്. പ്രതിപക്ഷ നേതാവിന് ലോക്സഭയിൽ സംസാരിക്കാൻ സമയം നൽകുന്നില്ലെന്ന് അദ്ദേഹം പരാതിപ്പെടുകയാണ്. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.